IT സേവനങ്ങൾ കൃത്യമായി നൽകിയിട്ടുണ്ടെന്നും അതിനുള്ള പ്രതിഫലം മാത്രമാണ് ബാങ്ക് അക്കൗണ്ടുകൾ വഴി കൈപ്പറ്റിയതെന്നുമുള്ള വീണ വിജയന്റെയും എക്സാലോജിക് കമ്പനിയുടെയും ആദ്യം മുതലുള്ള പ്രതിരോധവാദങ്ങളെ അപ്പാടെ തള്ളിക്കളയുന്ന ശക്തമായ രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൈവശമുള്ളതായി സൂചന. കള്ളപ്പണ നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ കൊച്ചിയിൽ നടക്കുന്ന ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലും തരത്തിലുള്ള പരസ്പര വിരുദ്ധമായ മറുപടികളാണ് ഉണ്ടാകുന്നതെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ മകൾ കൂടുതൽ പ്രതിരോധത്തിലാകും. കേന്ദ്ര ഏജൻസികളുടെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണമെന്നാണ് മറ്റു രാഷ്ട്രീയ കക്ഷികൾ ഒരേ സ്വരത്തിൽ ആരോപിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കുടുംബത്തിലേക്ക് നേരിട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എത്തുന്നതോടെ കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ വലിയ ചൂടേറിയ ചർച്ചകൾക്കാകും തുടക്കമാവുക. കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കേസ് ആയതിനാൽ ചോദ്യം ചെയ്യലിന് ശേഷം ED സ്വീകരിക്കാൻ പോകുന്ന തുടർ നടപടികൾ എന്താകുമെന്ന ഭയത്തിലും കടുത്ത ആശങ്കയിലുമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ മാസപ്പടി കേസിൽ EDയുടെ കടുത്ത ചോദ്യശരങ്ങളെ നേരിടാൻ എക്സാലോജിക് കമ്പനി ഉടമ ടി വീണ ഒടുവിൽ ഇന്ന് കൊച്ചി ഓഫീസിൽ ഹാജരാകുമ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുന്നത് നാടകീയമായ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന ശക്തമായ സംശയം കൂടിയാണ്. ഭർത്താവും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിനൊപ്പമാണ് വീണ ED ഓഫീസിലെത്തിയത്. വലിയ വിവാദമായി മാറിയ കേസിൽ പ്രതിപക്ഷ നേതാവിന്റെ മകളെ ചോദ്യം ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൊച്ചിയിൽ അതീവ ശക്തമായ സുരക്ഷാ വലയമാണ് പൊതുജനങ്ങളെയും മാധ്യമങ്ങളെയും നിയന്ത്രിച്ച് കേരള പോലീസും കേന്ദ്രസേനയും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ ഈ മാസം 12-ാം തീയതി കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED വീണയ്ക്ക് കൃത്യമായ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അന്ന് പെട്ടെന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് വീണ EDക്ക് മുന്നിൽ ഹാജരാകുന്നതിൽ നിന്നും താൽക്കാലികമായി ഒഴിഞ്ഞു മാറിയത്. വീണയുടെ അപേക്ഷ പരിഗണിച്ച അന്വേഷണ സംഘം പിന്നീട് ഇന്ന് ഹാജരാകാൻ നിർദ്ദേശിച്ച് പുതിയ തീയതി നൽകുകയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുടെ ആശ്വാസത്തിനു ശേഷം ED ഓഫീസിലേക്ക് എത്തിയ വീണയ്ക്ക് മുന്നിൽ നിർണായക ചോദ്യങ്ങളുടെ നീണ്ട നിരയാണ് ഡൽഹിയിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയിരിക്കുന്നത്. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് എന്ന സ്വകാര്യ കരിമണൽ കമ്പനിയുമായി വീണയുടെ IT കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് നടത്തിയ കോടിക്കണക്കിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചാണ് ED പ്രധാനമായും ചോദിച്ചറിയുന്നത്. നൽകാത്ത സേവനത്തിനാണ് മാസപ്പടിയായി വലിയ തുക കൈപ്പറ്റിയതെന്ന ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ കണ്ടെത്തലാണ് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിന് ആധാരം. ഈ പണത്തിന്റെ യഥാർത്ഥ ഉറവിടവും വിനിയോഗവും ED വിശദമായി തന്നെ പരിശോധിക്കും. CMRL കമ്പനിയിൽ നിന്നും വ്യക്തിപരമായും കമ്പനിയുടെ പേരിലും വാങ്ങിയ തുകകളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, ഡിജിറ്റൽ തെളിവുകൾ എന്നിവ മുന്നിൽ വച്ചാകും EDയുടെ ചോദ്യം ചെയ്യൽ. മുൻപ് CMRL ഉദ്യോഗസ്ഥർ നൽകിയ മൊഴികളും വീണയുടെ മൊഴിയും തമ്മിൽ ഒത്തുനോക്കാനാണ് ED ഉദ്യോഗസ്ഥരുടെ നീക്കം. കേസിൽ CMRL MD ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച നിർണായക വിവരങ്ങളും വീണയ്ക്ക് മുന്നിൽ ED നിരത്തും. കഴിഞ്ഞ ചൊവ്വാഴ്ച ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ കർത്തയെയും മകൻ ശരണസ് കർത്തയെയും മണിക്കൂറുകളോളമാണ് ED കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്തത്.